AJ ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയത് അദ്വൈത് കൊല്ലമാണ്. അദ്ദേഹത്തിന് കൺഗ്രാറ്റ്സ്. നമ്മൾ ആദ്യത്തെ അപ്ഡേറ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് സ്മാക്ഡൗണിൻ്റെ വ്യൂവർഷിപ്പാണ്. കഴിഞ്ഞ ആഴ്ചയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഇടിവ് സ്മാക്ഡൗണിൻ്റെ വ്യൂവർഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂവർഷിപ്പിലേക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് 2.2 മില്യൺ ആണ്. ഇപ്രാവശ്യത്തെ വ്യൂവർഷിപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അത് 2.1 മില്യൺ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. 2.135 മില്യൺ ആണ് കറക്റ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. എന്തായാലും നല്ല രീതിയിലുള്ളൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് സ്മാക്ഡൗണിൻ്റെ വ്യൂവർഷിപ്പിൽ. വളരെ മികച്ചൊരു സ്മാക്ഡൗൺ എപ്പിസോഡ് തന്നെയായിരുന്നു. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല മോശമായിട്ടുള്ള എപ്പിസോഡാണ്, അതുകൊണ്ടാണ് വ്യൂവർഷിപ്പ് കുറഞ്ഞു ചെയ്യുന്നത്. എന്തായാലും നമുക്കറിയാം ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞും കൂടിയൊക്കെ നിൽക്കും. അത് ഈ ഒരു ഷോയുടെ ഭാഗമാണ്. എന്തായാലും 2 മില്യന് മുകളിൽ നമുക്ക് റേറ്റിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അടുത്ത അപ്ഡേറ്റ് WWE റോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് WWE റോയുടെ തേർഡ് ഹവർ കുറച്ച് വ്യത്യസ്തമാക്കാൻ WWE മാനേജ്മെന്റ് ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകൾ. കുറച്ച് ബ്ലഡ് പോലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ TV14 ടൈപ്പുള്ള സംഭവങ്ങൾ റോ എപ്പിസോഡിന്റെ തേർഡ് ഹവറിൽ ആഡ് ചെയ്യാൻ WWE ശ്രമിക്കുന്നുണ്ടെന്നാണ് നിക്കാൻ ഇപ്പോൾ പറയുന്നത്. എന്തായാലും അതിന് വേണ്ടിയുള്ള പ്ലാനിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് താമസിക്കുമെന്നാണ് നിക്കാൻ പറയുന്നത്. എന്തായാലും USA നെറ്റ്വർക്ക് നേരത്തെ പറഞ്ഞിരുന്നു TV14 ടൈപ്പുള്ള സംഭവങ്ങളൊക്കെ റോ എപ്പിസോഡിൽ ആഡ് ചെയ്യണമെന്ന്. എന്തായാലും അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കും നിക്കാനും അല്ലെങ്കിൽ WWE മാനേജ്മെൻറ്റ് ഈ ഒരു തീരുമാനത്തിലേക്ക് പോകും. എന്തായാലും നിക്കാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് വലിയ ഉറപ്പൊന്നും പറയാൻ സാധിക്കത്തില്ല. എന്തായാലും വരുമെങ്കിൽ പോലും കുറച്ച് താമസിച്ചേ ഇത് വരികയുള്ളൂ. എന്താണ് തേർഡ് ഹവറിൽ മാത്രമായിട്ട് WWE ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. അത് തേർഡ് ഹവറിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നാണ് നിക്കാൻ പറഞ്ഞത്. എന്നാലും നമുക്ക് കണ്ടു തന്നെ അറിയാം നിക്കാനും WWE മാനേജ്മെൻറ്റിൻ്റെയും പ്ലാൻ എന്തൊക്കെയാണെന്ന്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോണി ഗർഗാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ബാഡ് അപ്ഡേറ്റ് ആണ്. അതായത് ജോണി ഗർഗാനിക്ക് ഇപ്പോൾ ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. എത്രത്തോളം ഗുരുതരമാണ് ഈ ഒരു ഇഞ്ചുറി എന്നൊന്നും പുറത്തേക്ക് വരുന്നില്ല. മിക്കവാറും കുറച്ച് ഗുരുതരമായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ഇപ്പോൾ TV ടാപ്പിക്സിലൊന്നും കാണാൻ സാധിക്കാത്തത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം അവസാനമായിട്ട് പങ്കെടുത്ത WWE NXTയുടെ ഏതോ അവസാനം നടന്ന ഒരു പേപ്പർ വ്യൂയിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ NXTയിലൊന്നും കണ്ടിട്ടേ ഇല്ല. എന്തായാലും ഈ ഒരു ഇഞ്ചുറി കാരണമാണ് അദ്ദേഹത്തെ കാണാത്തതെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും അദ്ദേഹം തിരിച്ചു വരാൻ എത്രത്തോളം സമയം എടുക്കുന്നൊന്നും ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എന്തായാലും അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിലൂടെയൊക്കെ കവർ ചെയ്യാവുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഷിൻസുക്കെ നക്കമുറയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നമ്മളെല്ലാം കണ്ടാണ് ഷിൻസുക്കെ നക്കമുറ കഴിഞ്ഞ സ്മാക്ഡൗണിൽ അദ്ദേഹത്തിൻ്റെ റിട്ടേൺ നടത്തുന്നത്. കൂടാതെ അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് ടോപ്പ് ലെവൽ WWE തന്നെ ടോപ്പ് ലെവൽ സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കാനാണ് ആഗ്രഹം. അത് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്നും ഷിൻസുക്കെ നക്കമുറ പറയുന്നുണ്ട്. കൂടാതെ അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതുവഴിയൊക്കെ ഷിൻസുക്കെ നക്കമുറ ഒരു ചലഞ്ച് തന്നെ നൽകിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അതായത് റോമൻ റെയ്ൻസിന് ഒരു വലിയ ചലഞ്ച് തന്നെ ഷിൻസുക്കെ നക്കമുറ ഇതുവഴിയൊക്കെ നൽകിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഷിൻസുക്കെ റോമൻ റെയ്ൻസ് തമ്മിലുള്ള മാച്ച് ഫ്യൂച്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സ്മാക്ഡൗണിൽ ഷിൻസുക്കെ നക്കമുറ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ ഷിൻസുക്കെ നക്കമുറയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മിക്കവാറും തുടക്കത്തിൽ ഫ്യൂഡ് ചെയ്യാൻ പോകുന്നത് കാരിങ് ക്രോസുമായിട്ടായിരിക്കും. എന്തായാലും ആ ഒരു സംഭവങ്ങളൊക്കെ കാരിങ് ക്രോസ് തന്നെ ടീസും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ. പിന്നെ കാരിങ് ക്രോസ് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ ഹാൻഡിൽ കാരിങ് ക്രോസും അതുപോലെ തന്നെ ഷിൻസുക്കെ നക്കമുറയും കൂടെ നിൽക്കുന്നത്, അതായത് ഒരു കരാട്ടെ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു പിക്ചറും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ടിക്ടോക്ക് എന്ന് അദ്ദേഹം എഴുതിയിട്ടുമുണ്ട്. എന്തായാലും ഇതൊക്കെ ഒരു ടീസാണ് ഷിൻസുക്കെ നക്കമുറയും കാരിങ് ക്രോസും തമ്മിലുള്ള ഫ്യൂഡിൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയുള്ള നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമാണ്. അതായത് ഷിൻസുക്കെ നക്കമുറയും കാരിങ് ക്രോസിനെയൊക്കെ അവർ അർഹിച്ച ലെവലിലേക്ക് ഒരു പുഷ് നൽകണമെന്ന്. എന്തായാലും ഇവരുടെ ഫ്യൂറി നല്ല സ്റ്റോറി ലൈനും ബേസിക്സും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ലെവലിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ WWE ഡ്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. WWE ഡ്രാഫ്റ്റ് പ്ലാൻ ചെയ്തത് ഏപ്രിൽ 28 തുടങ്ങിയ സ്മാക്ഡൗൺ എപ്പിസോഡിൽ തുടങ്ങി മെയ് 5 നടക്കുന്ന റോ എപ്പിസോഡിൽ അവസാനിക്കുന്ന രീതിയിലാണ് WWE ഇപ്പോൾ ഡ്രാഫ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. നമുക്കറിയാം ട്രിപ്പിൾ എച്ച് പറയുന്നുണ്ട് ഈ ഒരു ഡ്രാഫ്റ്റിൽ ഓരോ ഇൻഡിവിജ്വൽ സൂപ്പർ സ്റ്റാർസും ഇൻക്ലൂഡ് ആകും. അതുപോലെ തന്നെ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രാഫ്റ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നതെന്നും ട്രിപ്പിൾ എച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രിപ്പിൾ എച്ച് പറഞ്ഞ ഈ ഒരു കാര്യങ്ങളല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഡ്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പുറത്തേക്ക് വരുന്നില്ല. അതായത് ഏതൊക്കെ സൂപ്പർ സ്റ്റാർ എവിടേക്കാണ് പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലൂ പോലും നമുക്കിപ്പോൾ കിട്ടുന്ന പോലും ഇല്ല. ഇപ്പോൾ ഒരു പ്രമുഖ വ്യക്തി പറയുന്നത് ഇങ്ങനെയാണ്, അതായത് WWE അവരുടെ സൂപ്പർ സ്റ്റാർസിനോട് പോലും പറഞ്ഞിട്ടില്ല അവർ ഏതൊക്കെ ബ്രാൻഡിലേക്കാണ് പോകുന്നതെന്ന്. അത്രയ്ക്ക് സീക്രട്ടാണ് ഈ ഒരു സംഭവമെന്നാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി പറയുന്നത്. അതായത് ആ ഒരു സമയത്ത് മാത്രമേ സൂപ്പർ സ്റ്റാർസ് പോലും അറിയത്തുള്ളൂ അവർ ഈ ഒരു ബ്രാൻഡിലേക്കാണ് പോകുന്നതെന്ന്, അതായത് നമ്മൾ അറിയുന്ന പോലെ. എന്തായാലും WWE ഡ്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വമ്പൻ പ്ലാനുകൾ തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ കൂടുതൽ സീക്രട്ടായിട്ട് വെച്ച് നടത്താനാണ് WWE ഡ്രാഫ്റ്റ് തീരുമാനിക്കുന്നതെന്നാണ് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഡ്രാഫ്റ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കാം.
അടുത്ത അപ്ഡേറ്റ് സാമി സെയിൻ്റെയും കെവിൻ ഓവൻസിൻ്റെ ടൈറ്റിൽ റണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം സാമി സെയിനും കെവിൻ ഓവൻസും ആണ് ഇപ്പോൾ അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യൻസ്. എന്തായാലും ഇവരുടെ ടൈറ്റിൽ റണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്ത് കെവിൻ ഓവൻസും സാമി സെയിനും കുറച്ചധികം നാൾ WWE അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യനായിട്ട് അവരുടെ റെയിൻ നടത്തുമെന്നാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിലും അവരുടെ റെയിൻ വളരെയധികം കുറവായിരിക്കുമെന്നാണ് ഇപ്പോൾ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് സാമി സെയിൻ തന്നെയാണ്. നമുക്കറിയാം സാമി സെയിൻ സൗദി അറേബ്യയിൽ ബാനുള്ള കാര്യം, അതായത് അദ്ദേഹത്തിന് അവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തില്ല. എന്തായാലും ഈ ഒരു ബാൻ ലിഫ്റ്റ് ചെയ്യാനൊക്കെ WWE ശ്രമിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ പ്രൊസീജിയറിൻ്റെയൊക്കെ പുറകിലാണ് ഇപ്പോൾ WWE എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത് ലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ സാമി സെയിൻ അവിടെ ഒരിക്കലും മാച്ച് ചെയ്യാനൊന്നും സാധിക്കുകയില്ല. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് നടക്കാൻ പോകുന്ന സൗദി അറേബ്യയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു നൈറ്റ് ഓഫ് ചാമ്പ്യൻസിന് മുമ്പ് സാമി സെയിൻ്റെ ബാൻ ലിഫ്റ്റ് ആയില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അവിടെ പോയി മാച്ച് ചെയ്യാൻ സാധിക്കുകയില്ല. കൂടാതെ നമുക്കറിയാം നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ എല്ലാ ചാമ്പ്യൻഷിപ്പും ഡിഫെൻഡ് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് തന്നെ അതായത് ഒരുപക്ഷെ ആ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പുമായിട്ട് സാമി സെയിന് സൗദി അറേബ്യയിലേക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ, അതായത് നൈറ്റ് ഓഫ് ചാമ്പ്യൻസിന് മുമ്പ് തന്നെ സാമി സെയിൻ്റെയും കെവിൻ ഓവൻസിൻ്റെയും കയ്യിൽ നിന്ന് WWE ആ ഒരു ടൈറ്റിൽ തിരിച്ചു വാങ്ങാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. മെയിനായിട്ട് ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി കുറച്ച് സമയം മാത്രമേ ഇവരുടെ ഈ ഒരു ടൈറ്റിൽ ഇരിക്കാൻ സാധ്യതയുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ ഒരു അപ്ഡേറ്റോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായി ശ്രമിക്കുക. പിന്നെ ഇന്നത്തെ ചോദ്യം ഇതാണ്, അതായത് സാമി സെയിനും കെവിൻ ഓവൻസും ആരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ടാഗ് ടീം, അതായത് അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നത്? ശരിയായ തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫസ്റ്റ് പറയുന്ന ആളുടെ പേര് അടുത്ത വീഡിയോയിലൂടെ പറയുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.